അപ്പം നമസ്കാരം കേട്ടോ. ഇപ്പം നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാൻ വണ്ടി ഇറങ്ങി. ഇപ്പോൾ അപ്സര സിനിമാ തിയേറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ. അപ്സര കോഴിക്കോട് ഏറ്റവും ടോപ്പ് തിയേറ്ററാണെന്നുള്ളതാണ് പറയണത്. അപ്പോൾ കുറേ നാളത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇത്. അപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ആണ് അതിൽ റിലീസ് വന്നിരിക്കുന്നത്, തിയേറ്ററിൽ റിലീസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അങ്ങോട്ട് നടക്കാൻ. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പോകുന്ന വഴിക്കിതാ നമ്മുടെ ടർബോയുടെ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്സര, ആശീർവാദ്, ഒരുപാട് തിയേറ്ററിൻ്റെ പേരുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാജിക് ഫ്രെയിംസ് അപ്സര 70mm 4K 3D ഡോൾബി അറ്റ്മോസ് ഓൺലൈൻ റിസർവേഷൻ ടിക്കറ്റ് WCOM. പിന്നെ ARC കൊറോണേഷൻ, അപ്സര, ആശീർവാദ്, സിനിപോളിസ്, മിറാജ് സിനിമാസ്, പാലഗസി സിനിമാസ്, മാക്സ്, റീഗൽ ക്രൗൺ, കൈരളി രാധ. സ്പീഡിൽ വായിച്ചു പോയതുകൊണ്ടാണ്, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററുകളുടെ പേരുകളൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടർബോ, മമ്മൂക്കയുടെ സിനിമ ടർബോയുടെ അപ്സര തിയേറ്ററിലേക്ക് യാത്ര. നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമ പവിക്കേര ഇറങ്ങിയപ്പോൾ ഞാൻ KSRTC ബസ്സിലാണ് ഡി സിനിമാസിലേക്കും അതുപോലെ കൊടുങ്ങല്ലൂർക്കൊക്കെ പോയത്, ചാലക്കുടി, അങ്ങനെ തിയേറ്റർ വിസിറ്റുകളൊക്കെ നടത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ ട്രെയിനിലാണ് കേട്ടോ വന്നേക്കണത്. ട്രെയിനിൽ വന്നിറങ്ങി, കോഴിക്കോട് ടൗണിൽ വന്നിറങ്ങി. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം നടക്കാമെന്നുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളെന്ത് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് എന്തായാലും ഇത്ര ദൂരമുള്ളൂ, നടക്കാം. അങ്ങനെ നമ്മൾ അപ്സര തിയേറ്ററിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു എമണ്ടം കാഴ്ചയുണ്ട്. വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ, കാണാൻ ത്രില്ലായില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അപ്സര സിനിമ തിയേറ്റർ. കുറച്ച് നാൾ നിർത്തി വെച്ചേക്കാണെന്ന് പറഞ്ഞത്. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ തിയേറ്ററാണ് തോന്നുന്നു. നമുക്ക് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് അവിടെ പോയി ചോദിച്ചു നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് വർണ്ണിക്കാനൊന്നും അങ്ങനെ അറിയണില്ല, എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്സര സിനിമ തിയേറ്റർ വീണ്ടും മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ടർബോയിലൂടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കിടക്കാം. അടിപൊളിയുണ്ട് കേട്ടോ. മുകളിൽ സത്യമാഷും പ്രേമനസീർ, അതുപോലെ ജയൻ, സോമൻ, സുകുമാരൻ, പപ്പു, തിലകൻ, നെടുമുടി വേണു, മണിച്ചേട്ടൻ, മാമുക്കോയ, ശ്രീദേവി, സുകുമാരി അമ്മ, KPC ലളിത, അങ്ങനെ എല്ലാവരുടെയും പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ട്. മാജിക് ഫ്രെയിംസ് അപ്സര, ഒരുപാട് തിയേറ്ററിൻ്റെ തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. മാജിക് സിനിമാസ് നോക്കാം, അവിടെ കിടക്കാം. നമസ്കാരം. എങ്ങനെയാണ് അപ്സര തിയേറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് പുതിയതായിട്ട് ആരംഭിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ നമ്മൾ പഴയൊരു 10-50 വർഷം പഴക്കമുള്ള സ്ഥാപനമായിരുന്നു. ഇത് ആകസ്മികമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞ വർഷം അടച്ചുപോയി. അടച്ചതിന് ശേഷം ഇവിടുത്തെ സിനിമാ പ്രേമികളും സിനിമാ പ്രേക്ഷകരുടെയും എന്താ പറയുക കോഴിക്കോട്ടുകാരുടെ ഒരു വികാരമായൊരു സ്ഥാപനത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. ആ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറേ മാറ്റങ്ങൾ വരുത്തി. ഡോൾബി അറ്റ്മോസ് ആക്കി, അതുപോലെ സ്ക്രീന് സിൽവറാക്കി, പിന്നെ ഒരു മൾട്ടിപ്ലക്സിന് വേണ്ട രീതിയിലേക്കുള്ള ബോക്സ് ഓഫീസ്, പിന്നെ അതുപോലുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ ഭംഗിയായി കിട്ടുന്നുള്ള അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 1-2 ദിവസമായിട്ടുള്ള ഓഡിയൻസിൻ്റെ സന്തോഷ പ്രതികരണങ്ങൾ നമുക്ക് എന്താ പറയണ്ടത്, നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും ഇനി തുടങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങൾക്കും വളരെയധികം ഊർജ്ജം തരുന്നതാണ്. തിയേറ്റർ എത്ര വർഷം പഴക്കമുണ്ടാവും? 1971 അറൗണ്ട് ഒരു 52. ഇപ്പോൾ ഒരു വർഷമായിട്ടാണോ അടച്ചിട്ടുണ്ടായിരുന്നത്? ഒരു വർഷം, ഈ ജൂണിലേക്ക് ഒരു വർഷം. അടയ്ക്കാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതിക കാരണങ്ങൾ. അങ്ങനെ തന്നെ. ഇപ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ ഇതിലാണല്ലേ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എത്ര സ്ക്രീൻ ഉണ്ട് ഇവിടെ? ഒരു സ്ക്രീൻ, ഒറ്റ സ്ക്രീനുള്ള ഒരു സ്ക്രീൻ 1000 സീറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് മമ്മൂട്ടിയുടെ സിനിമ പോസ്റ്ററിലൊക്കെ ഒരുപാട് സ്ക്രീനുകളുടെ പേര് കാണാറുണ്ടല്ലോ. അതൊക്കെ അത്രയും സ്ക്രീനിൽ കളിക്കുന്നുണ്ട് എന്നുള്ള കളിക്കുന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ ഏകദേശം 10-35 സ്ക്രീനിൽ പടം കളിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ? നല്ല അഭിപ്രായം, സൂപ്പർ ഹിറ്റ്. സിനിമയ്ക്ക് ഒരുപാട് ഡീഗ്രേഡുകളൊക്കെ നടക്കുന്നുണ്ട്, എങ്കിലും കൂടിയിട്ട് ആളുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഡീഗ്രേഡ് എന്ന് പറഞ്ഞ സാധനം അതൊരു തൊഴിലാക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് അതാണ് തൊഴിൽ, അതാണ് അവരുടെ വരുമാനം. പക്ഷേ സിനിമ ഈ പറഞ്ഞ പോലെ അതിൻ്റെ യഥാർത്ഥ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്, റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട്. മമ്മൂക്കയുടെ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു എന്താ പറയുക ക്രൗഡ് പുള്ളിങ് സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.
തിയേറ്ററിലേക്ക് നല്ലൊരു സിനിമയാണ് കിട്ടിയെന്നുള്ള വിശ്വാസം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഫാമിലികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശനി ഞായറത്തൊക്കെ ഒരു ഫാമിലിയേ ഉള്ളൂ. ഞായറാഴ്ച വരെ ഏകദേശം നൂൺ ഷോ എല്ലാം ഏകദേശം സോൾഡ് ഔട്ടാണ്. അത് 1000 സീറ്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ തിയേറ്റർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ അപ്സര തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസർ. അവിടുത്തെ ഒരു റേറ്റും കാര്യങ്ങൾ കാണിച്ചു തരാം. ബാൽക്കണി 150, ഫസ്റ്റ് ക്ലാസ് 150, റിസർവേഷൻ ചെയ്യുമ്പോൾ 20 രൂപ അഡീഷണൽ ചാർജ് ഇട്ടാം. ഇത് പിന്നെ എല്ലാം അവിടെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഷോർട്ട് ടൈം കാണിച്ചു തരാം. ടുഡേ ഷോർട്ട് ടൈംസ് ടർബോ 11 AM, 2 PM, 5 PM, 8 PM, 11:30 PM, അങ്ങനെ 5 കളികൾ കേട്ടോ. അപ്പോൾ അവരുടെ തിയേറ്ററിൻ്റെ ആ ഒരു ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്സര തിയേറ്ററിൻ്റെ മാജിക് ഫ്രെയിം, അപ്സര ബാൽക്കണി ഉണ്ടാവും, സീറ്റിംഗ് ആണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ്. എൻ്റെ പൊന്നോ, എത്ര സീറ്റാണോ! 1005 സീറ്റ് ഉണ്ട് കേട്ടോ അപ്സര തിയേറ്ററിൽ. അപ്പോൾ നമ്മുടെ നമ്മുടെ രാഗം പോലെയൊക്കെയാണ്, തൃശ്ശൂർ രാഗം പോലെയാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടർബോ 2 എൻട്രൻസ് ആണ്. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു സ്നാക്സ് കൗണ്ടർ ഉണ്ട്. പിന്നെ ഇങ്ങനെ നല്ല അടിപൊളി സ്റ്റെപ്പായി കയറിപ്പോയി വലിയ തിയേറ്ററാണ് കേട്ടോ. ഇതാണ് തിയേറ്റർ. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. ഓക്കെ, ടർബോ ഇതാണ് തിയേറ്റർ. ഇത് ബാൽക്കണിയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ്. നമ്മുടെ രാഗം പോലെ നല്ല അടിപൊളി സ്റ്റയറാണ്, സെയിം ആണ് കേട്ടോ. അപ്പോൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു തിയേറ്ററാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ 1000 ചില്ലാനം സീറ്റുകളാണ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ നമുക്കൊരു സിനിമ കാണണം. അടുത്തൊരു വരവിൽ എന്തെങ്കിലും നല്ലൊരു സിനിമ നമുക്കിവിടെ കാണാൻ സാധിക്കണം. കാരണം ഇന്ന് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമുക്ക് പുറത്ത് പോയി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം കാര്യങ്ങളായതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഒരു സിനിമയ്ക്ക് എത്ര മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്താലും എത്ര മോശം അഭിപ്രായങ്ങൾ പറഞ്ഞാലും ആരുടെയും വില വയ്ക്കാതെ തന്നെയാണ് സിനിമ തിയേറ്ററുകളിൽ വന്നിട്ട് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മുടെ ബാക്കിലേക്കൊക്കെ നോക്കിയാൽ കാണാം. പാർക്കിങ്ങൊക്കെ കണ്ടില്ലേ? അപ്പോൾ ടർബോ സിനിമയ്ക്ക് അപ്സര തിയേറ്ററിലെ ഒരു ക്രൗഡാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.